പൈനാപ്പിൾ ഒന്ന് ക്യാച്ച് ചെയ്തതാണ്, കൈ ഒന്ന് വേദനിച്ചു. പക്ഷേ ഈ പൈനാപ്പിൾ കാണാൻ നല്ല ഭംഗിയാണല്ലേ. കാണാനുള്ള ഭംഗിയൊന്നേ ഉള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല, കഴിക്കാനും രുചിയാണ്. കുറച്ച് മധുരവും പുളിയും ചേർന്നിട്ടുള്ള ഈ പൈനാപ്പിൾ വെച്ച് നമുക്ക് പല സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നല്ല അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ള നല്ല സ്മൂത്തും ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലും. അപ്പോൾ വീഡിയോയിലൂടെ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം ഇല്ലേ, ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൈന ഗ്രാസ് ആദ്യം എടുത്തത്. അപ്പോൾ ഈ ചൈന ഗ്രാസ് നമുക്ക് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. 500 ml പാലാണ് ഞാൻ പുഡിങ് ഉണ്ടാക്കാൻ എടുത്തത്. അപ്പോൾ അതിന് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് നമുക്ക് ആവശ്യം. അപ്പം അങ്ങനെ ഒരു നീളത്തിലുള്ളൊരു പാക്കറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതെനിക്ക് അളക്കാൻ ഒന്നും മെഷർ ചെയ്യാൻ ഒന്നും ഇല്ലാത്തത് കാരണം ഞാൻ കയ്യിൽ ഒരു പിടിയോളം, ഒരു കൈപ്പിടി, അതാണ് എൻ്റെ അളവ് കേട്ടോ. ഒരു കൈപ്പിടിയോളം ചൈന ഗ്രാസ് എടുത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഞാൻ അത് കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പല്ലേ, ഇത് കുതിരാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് ആദ്യം തന്നെ പൈനാപ്പിളിനൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൈനാപ്പിൾ ഞാൻ ഒരു 2 കപ്പ് പൈനാപ്പിളായിട്ട് എടുത്തിട്ടുള്ളത്. ഈ പൈനാപ്പിൾ ആദ്യം ഞാനൊന്ന് പഞ്ചസാരയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം 2 ഗുണങ്ങളാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. നമ്മുടെ പൈനാപ്പിൾ ജസ്റ്റ് ഒന്ന് വേവിക്കുകയാണല്ലോ, ആ വേവിക്കുമ്പോൾ നമ്മുടെ പൈനാപ്പിളിൽ ഒരു കയ്പ്പ് വരും. നമ്മൾ വേവിക്കാതെ പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പുഡിങ് വായിൽ വെക്കാൻ കൊള്ളത്തില്ല, ഭയങ്കര കയ്പ്പായിരിക്കും. പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ കയ്പ്പ് പോകുകയും ചെയ്യും. പിന്നെ നല്ല ഷുഗർ കുറഞ്ഞിട്ടുള്ള ഒരു പൈനാപ്പിൾ ആണെങ്കിൽ അതിലേക്ക് ഷുഗർ ആഡഡ് ആവുകയും ചെയ്യും. ഏറ്റവും ഹൈലൈറ്റായി നമ്മൾ പറയേണ്ട കാര്യം, പൈനാപ്പിൾ ഇങ്ങനെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ നല്ല കയ്പ്പായിരിക്കും ആ പുഡിങ്ങിന് ഉണ്ടാവുക. അപ്പോൾ നമുക്കത് വായിൽ വെക്കാൻ കൊള്ളത്തില്ല, കളയാൻ തന്നെ വേണ്ടി വരും, കഴിക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും. അപ്പം എനിക്ക് മുമ്പ് കുറേ മുന്നേ ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇമാര് അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാനൊരു പാഠം പഠിച്ചതാണ്. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മധുരമില്ലാത്ത പൈനാപ്പിളിൽ മധുരവും ഉണ്ടാകും, എന്നാൽ കയ്പൊക്കെ പോവുകയും ചെയ്യും. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം പൈനാപ്പിൾ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളത്തിലും ആ പഞ്ചസാരയിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് പൈനാപ്പിൾ അങ്ങ് വയന്ന് വെന്ത് വരട്ടെ. ഇതിലോട്ട് ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റുന്നത് വരെ നമുക്കിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാതെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ നമ്മൾ പൈനാപ്പിളൊക്കെ അത്യാവശ്യം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, അത്യാവശ്യം വെന്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതാ സ്റ്റോവെല്ലാം ഓഫ് ചെയ്ത് വെക്കട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഒരു വകയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഞാൻ ഈ പൈനാപ്പിളിന് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം അതിൽ നിന്നും വരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, ആ ഒരു സിറപ്പ്, വെള്ളമല്ല സിറപ്പ്, ആ സിറപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ അങ്ങനെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് അത് ഇറങ്ങി വരട്ടെ. അപ്പോൾ അതങ്ങ് മാറ്റി വെക്കാം. അടുത്തതായിട്ടില്ലേ, നമ്മൾ ഇതിലോട്ടുള്ള പാല് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ പാല് നമ്മൾ തിളപ്പിക്കാൻ വെക്കുന്ന ആ സമയം തന്നെ നമ്മൾ ചൈന ഗ്രാസ് എന്ത് ചെയ്യണം, മെൽറ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഞാൻ നേരത്തെ അരക്കപ്പ് വെള്ളത്തിൽ ചൈന ഗ്രാസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കുതിർന്നിട്ട് അപ്പോൾ അത് ഞാൻ അടുപ്പിലോട്ട് വെച്ചിങ്ങാണ്ട് നന്നായിട്ട് മെൽറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം തന്നെ വേണം നമ്മൾ പാല് തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിത് ഒരു അടുപ്പിൽ ചൈന ഗ്രാസ് മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അടുത്ത അടുപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു, പാലിനെ തിളപ്പിക്കാൻ വെക്കാണ്. 500 ml പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 2 കപ്പ് പാല്. ഇനി ഈ പാലിലോട്ട് ആവശ്യത്തിന് മധുരം ചേർക്കണം കേട്ടോ. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയേ, അത് നമ്മൾ പൈനാപ്പിൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് വേണം നമ്മൾ ചേർക്കാൻ. നല്ല പുളിയുള്ള പൈനാപ്പിൾ ആണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര വേണ്ടി വരും, അല്ലെങ്കിൽ അതിൽ കുറവ് മതിയായിരിക്കും. നമ്മുടെ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് പഞ്ചസാര ചേർക്കട്ടോ. ഈ പാലിലോട്ട് ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഈ പഞ്ചസാരക്ക് പകരം ഏറ്റവും നല്ലത് മിൽക്ക് മെയ്ഡ് ആട്ടോ. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് പഞ്ചസാര ചേർത്തതാണ്. അപ്പോൾ പാല് തിളയ്ക്കുന്ന സമയം തന്നെ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും കട്ടയുണ്ടാവാൻ പാടില്ല, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ട് മെൽറ്റായി വരണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഒക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഈ പാലിലോട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ്, എൻ്റെ അടുത്ത് ഉള്ളത് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഉള്ളത് ചേർത്താണ്.
മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. കുറച്ചുകൂടെ ക്രീമി ആയിരിക്കും നമ്മുടെ പുഡിങ്, അല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഒന്നുകൂടെ ബെറ്റർ ആവുമെന്ന് മാത്രം. അപ്പോൾ അതാ നമ്മുടെ ചൈന ഗ്രാസ് നല്ലതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇതിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ആ പാൽ ഇളക്കി ആ തവ കൊണ്ട് തന്നെ ചൈന ഗ്രാസ് ഒന്ന് ഇളക്കിപ്പോയി, അതുകൊണ്ടിട്ട് ഇങ്ങനെ വന്നത്. നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതിന് ഈ പാലിലോട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പാൽ ഇളക്കി കൊടുക്കണം, ഒട്ടും കട്ടിയൊന്നും പാടില്ല. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഞാനില്ലേ ഇതിലോട്ട് ഒട്ടും കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ പൈനാപ്പിളിലുള്ള ആ ഒരു യെല്ലോ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറൊക്കെ പൈനാപ്പിൾ നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കളർ ചേർക്കുക. ഞാനതൊന്നും ചേർക്കുന്നില്ല. കളർ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താലും മതി. അപ്പോൾ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഞാൻ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കാരണം കളറൊന്നും ആഡ് ചെയ്യാത്തതാണ് കേട്ടോ. ഇനിയിപ്പം പാല് ഞാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടല്ലോ, നമ്മൾ തിളച്ച് പൊങ്ങി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഗ്യാസ് എല്ലാം ഓഫ് ചെയ്തു. ഇപ്പം ഞാൻ ഈ പൈനാപ്പിളിൻ്റെ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിക്കുന്നത് പാലൊന്ന് തണുത്തതിന് ശേഷമാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പാല് ചൂടായിരിക്കുമ്പോൾ നമ്മൾ ഈ പൈനാപ്പിളിൻ്റെ സിറപ്പ് ചേർക്കരുത് കേട്ടോ, പാലങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് സമയം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ നല്ലൊരു ചൂടൊക്കെ മാറ്റി ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് ആയതിനു ശേഷമാണ് ഞാൻ ഇതിലോട്ട് ഈ പൈനാപ്പിൾ സിറപ്പ് ചേർത്ത് കൊടുത്തത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പാലിന് ആ ഒരു ഫ്ലേവറൊക്കെ വരും. നമ്മൾ വേറെ എസൻസ്, പൈനാപ്പിളിൻ്റെ എസൻസ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ആ ഫ്ലേവറും ആ ഒരു രുചിയൊക്കെ നമുക്ക് ഇത് ചേർക്കുമ്പോൾ തന്നെ കിട്ടും കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, പൈനാപ്പിളും നമ്മൾ ഇതിലോട്ട് ചൂടോടെ ഇടാൻ പാടില്ല, പാല് പിരിഞ്ഞു പോകും. ഒന്ന് ചൂടാറി ഒരു നേരിയ ചൂടുള്ള സമയത്ത് ഇതൊക്കെ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് അത്യാവശ്യമൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്, അതൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒഴിച്ച് കൊടുക്കുന്ന പാത്രത്തിൽ അടിയിൽ തന്നെ ഫസ്റ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഇതാ പൈനാപ്പിൾ വെച്ച് കൊടുക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ഈ പൈനാപ്പിൾ പുഡിങ് കഴിക്കാൻ. ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം. പിന്നെ പൈനാപ്പിളിനെ നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോഴും ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഷുഗർ സിറപ്പിലൊന്നും ഇട്ടിങ്ങാണ്ട് ഒന്ന് വഴറ്റിയെടുക്കണം, അതായത് ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ടേ നമ്മൾ ജ്യൂസ് അടിച്ചിങ്ങാണ്ട് പാലിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതും വേറെ രീതി, അതും നല്ല ടേസ്റ്റാണ്, ഇതും നല്ല രുചിയാട്ടോ. അപ്പം ഇതാ ഈ പൈനാപ്പിളിൻ്റെ മേലേക്ക് ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കാന്നേ. ഇത് അത്യാവശ്യം ചൂടാറിയ പാലാട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാൽ മൊത്തമായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ലെയറാക്കി അങ്ങനെ സെപ്പറേറ്റ് ആക്കുന്നില്ല. അപ്പോൾ പാലെല്ലാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ആൽമണ്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി. അത് ചെറുതായിട്ട് ബൈറ്റ് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്ത് ആൽമണ്ട് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആൽമണ്ട് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് കുറച്ച് സമയം സെറ്റ് ആവാൻ വെക്കണം. അപ്പോൾ സെറ്റ് ആയതിന് ശേഷം നമുക്ക് മൊത്തമായിട്ട് സെറ്റ് ആവരുത് കേട്ടോ. നന്നായിട്ട് ഉറച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ മേലെ ബാക്കിയുള്ള പൈനാപ്പിൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിപ്പോൾ കുറച്ചൊന്ന് സെറ്റ് ആവാനുണ്ട്, ഒന്നുകൂടെ ഉണ്ട്. അപ്പോൾ ആ സമയം ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലോട്ട് കുറച്ചുകൂടെ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ പുഡിങ് കഴിക്കുമ്പോൾ താഴെയും മേലെയും പൈനാപ്പിൾ, അതിൻ്റെ ഉള്ളിലൊക്കെ നട്ട്സും ഒക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. ഇങ്ങനെ ചെറുതായിട്ട് ബൈറ്റ് ചെയ്യുകയും ചെയ്യും, നല്ല രുചിയാണ് കഴിക്കാൻ. അപ്പോൾ പൈനാപ്പിൾ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ ആൽമണ്ട് അതിൻ്റെ മേലേക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഒന്നും നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ഒന്ന് കാണാനൊരു ഭംഗി കിട്ടും, അത്ര തന്നെ. പിന്നെ കഴിക്കുമ്പോഴും ചെറുതായിട്ട് ബൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ സെറ്റാക്കാൻ വെക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ ഒന്നെങ്കിൽ ഓവർനൈറ്റ് വെക്കുക, അല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കുക. നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുക, ഫ്രീസറിൽ വെക്കരുത് കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ആ പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഞാനിതാ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മുടെ പുഡിങ് എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ തലക്കീപ്പൊട്ട് ഒക്കെ ചിരിച്ചു ഒക്കെ വെച്ച് നോക്കുന്നുണ്ട്, എങ്ങും താഴെയൊന്നും വീഴുന്നില്ല. എല്ലാം അതിലേക്ക് നന്നായിട്ട് ഉറച്ച് നല്ല സെറ്റായിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ പുഡിങ് കഴിക്കാൻ. അപ്പം ഇത് കാണുന്നത് പോലെ തന്നെ നല്ല രുചിയാട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് അഭിപ്രായമൊക്കെ അറിയിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക്